ബാലരാമപുരം കോഴോട് വീട് കുത്തിത്തുറന്ന് 30.5 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ. പത്തനാപുരം സ്വദേശി അല്ലമീൻ ഹംസായെയാണ് ബാലരാമപുരം പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത്. ഇന്നലെ ഉച്ചയ്ക്ക് GR ഭവനിൽ സുരേഷ് ബാബുവിൻ്റെ വീട്ടിലെ അലമാര കുത്തിത്തുറന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. സുരേഷ് ബാബുവിൻ്റെ സഹോദരൻ്റെ മകളുടെ ഭർത്താവാണ് അല്ലമീൻ ഹംസ. വീട്ടുകാർ തൊഴിലുറപ്പ് ജോലിക്ക് പോയ സമയത്താണ് അലമാര കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. അമ്മായിയമ്മയും മരുമകളും തൊഴിലുറപ്പ് ജോലിക്ക് പോയ സമയത്ത് കിടപ്പമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ഓട്ടോ തൊഴിലാളിയായ സുരേഷ് ബാബു മക്കളെയും കൂട്ടി സ്കൂളിൽ പോയ സമയത്താണ് മോഷണം. ബാലരാമപുരം പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തതിലൂടെയാണ് അല്ലമീനെ പിടികൂടിയത്. ബാലരാമപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. കിട്ടുമെന്ന് ആളെ കിട്ടിയിട്ടുണ്ട്. കിട്ടുമെന്ന് പറയുന്ന ആരാണെന്ന് പറഞ്ഞിട്ടില്ല, അറിയില്ല. എൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇതേപോലെ ആർക്കും ഒരു സാധനം ഒരു കുഞ്ഞുമക്കളെ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള കള്ളന്മാര് ഇത് പോലീസിന് എൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കൽ ആരാണെന്നും എന്തരാണെന്നും ഞാൻ ഈ നിമിഷം വരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ സാർ മാസരഹിതം വന്നപ്പോൾ സഹോദരി കിട്ടും എന്നൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. പോലീസ് നല്ലവണ്ണം പ്രയത്നിച്ച് അവരെ ഒരു സഹോദരി എന്ന രീതിയിൽ നല്ലവണ്ണം ഇന്നലെ തൊട്ട് പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വാർത്ത. സഹോദരി ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടും. ഞാൻ ബോധമില്ലാത്ത അവസ്ഥയിലാണ് ആ സ്റ്റേഷനിൽ മാസർഗോ എഴുതാൻ വേണ്ടി എന്നെ കൊണ്ടുപോയിരുന്നത്. ആ അവസ്ഥയിൽ അവർ പറഞ്ഞു തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഒരു നല്ല വാർത്ത എനിക്ക് പോലീസുകാർ തന്നു. അത് എൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ല, കിട്ടും എന്ന് പറഞ്ഞു. അത് ഇനി ഞാൻ വെക്കില്ല. ഇത് 3-ാം പ്രാവശ്യമാണ്. 4 വർഷത്തിന് മുമ്പ് 1.5 പവന്റെ പോയി, എൻ്റെ ഒരു മൊബൈല് പോയി. ഇത് 3-ാം പ്രാവശ്യമാണ് മൊത്തത്തിൽ കൊണ്ടുപോയത്. അന്ന് ഇതിന്റെ കൂടെ ഇരുന്നതല്ല, സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നതിലാണ് ഈ മാലയും ഒരു വളയായിട്ടിരുന്നപ്പോ മാല വെച്ചിട്ട് വള മാത്രം എടുത്താണ്. ഇനി എന്ത് വന്നാലും ഈ വീട്ടിൻ്റെ അകത്ത് ഇവരെ കൂടെ എൻ്റെ ജീവന് പോലും എനിക്കിപ്പം പേടിയായി തോന്നിയിരിക്കുന്നു. എൻ്റെ മക്കളെ അവരിനി അടുത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഒരു സാധനം ഇനി ഞാൻ ഇവിടെ വെക്കില്ല. കാര്യം എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ധനം എന്തെല്ലെങ്കിലും ഞാൻ സൂക്ഷിച്ച് വെക്കാനേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. എൻ്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വലിയ സ്വത്ത്. കഷ്ടപ്പാട് എൻ്റെ 14 വർഷമാവും. ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കിയതാണ് എൻ്റെ ഇത്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് സ്റ്റാഫ് നഴ്സായിട്ട് വരുന്നത്. എൻ്റെ അച്ഛന് സുഖമില്ലാതെ ഇരുന്നു. അപ്പം കുറെ ഓർണമെന്റ്സ് എല്ലാം ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയാണ്. അത് എൻ്റെ കണ്ണുനീരിന്റെ ഓരോ വേർപ്പും ആ സ്വർണത്തിലുണ്ട്. പിന്നെ എൻ്റെ മോള് പ്രായമായപ്പം കുറച്ച് ഓർണമെന്റ്സ് കിട്ടി. അവളെ നൂലുകെട്ടിന് അതൊക്കെ കിട്ടി. എൻ്റെ ചേട്ടൻ്റെ അധ്വാനം 1-2 പവന 4 അതൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഉള്ള ഒരുമിച്ച് ഒരു ചെറിയ ഒരു സമ്പാദ്യമാണ് എൻ്റെ മക്കളത്. അതെനിക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നു എന്ന് അറിഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്.